ടോമീസ് ബിഷപ്പിന്റെ പുതിയൊരു കിടുക്കാച്ചി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. ഇന്ന് പറഞ്ഞാൽ ഒരു 16 കിലോ തൂക്കം വരുന്ന ഒരു കാളൻ ചെയ്ത് ഈ കാണുന്ന മുതലാണ്ടത് അവനെ വെട്ടി പീസാക്കുന്ന ഒരു ഫുൾ വീഡിയോ ഉണ്ട്. ഈ വർഷം നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട്, അതായത് 2024 നമുക്ക് കിട്ടിയതിൽ വെച്ചിട്ട് ഏറ്റവും വലിപ്പം പോകുന്ന ഒരു കാളാഞ്ചി ഈ കാണുന്നതാണ്. ആദ്യത്തെ കാളാഞ്ചി ഉണ്ട്, അതായത് ഇത്രയും വലിപ്പമുള്ള കാളാഞ്ചി. ഞാൻ വെട്ടിയിട്ടില്ല, വെട്ടാൻ പോണ്. ആശാൻ ഉണ്ടാവും, ആശാനും വരും കൂടെ. കിലോയുള്ള കാളാഞ്ചിന ഒരാള് മേടിച്ച് മൊത്തം ഒന്നിച്ചെടുത്തൊക്കെയാണ്. ചേട്ടൻ വന്ന് അമ്പാടി ആശാനും ശിഷ്യനും കൂടി ഇതിനെ വെട്ടി ശരിയാക്കാൻ പോണേണ്. ഏകദേശം 10,000 രൂപയ്ക്ക് മേലെ വില വരുന്ന ഈ ഒരു കാളഞ്ചി നമ്മുടെ ഒരു കസ്റ്റമർ മുഴുവനായിട്ട് അങ്ങോട്ട് വാങ്ങിച്ചേക്കണ്ട. എന്നിട്ട് നമ്മുടെ കസ്റ്റമർ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ 3 പങ്കായിട്ട് കട്ട് ചെയ്യാന്നുള്ളതാണ്. അതായത് കറിക്കും വറക്കാനുമായിട്ടുള്ള പീസുകൾ 3 പങ്കായിട്ട്. അങ്ങനെ വരുമ്പോൾ തലയുടെ ഭാഗത്തുനിന്നും വാലിൻ്റെ ഭാഗത്തുനിന്നും നടുഭാഗത്തുനിന്നും 3 പങ്കിലും ഒരേപോലെ പീസുകൾ വീഴോട്ടെ. ആ ഒരു രീതിയിലാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്രയും വലിപ്പമുള്ള കാളാഞ്ചി. ഞാൻ വെട്ടിയിട്ടില്ല, വെട്ടാൻ പോണ്. ആശാൻ ഉണ്ടാവും, ആശാനും വരും കൂടെ. ആയനൊക്കെ ഉണ്ടാവുന്നില്ല. എന്താണിത്? എന്താ ദൈവമേ, തുടങ്ങി. ഭയങ്കര കട്ടിയാണല്ലേ. അനങ്ങണില്ലേ? ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ചിട്ട് നമ്മുടെ അരാപ്പായ്മ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കട്ടി കൂടിയ ചെതുമ്പിലുള്ള ഒരു മീനാണ് ഈ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ട്. കണ്ട കത്തി അങ്ങോട്ട് കത്തി കയറണില്ല അങ്ങോട്ട്. നല്ല കട്ടി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത കട്ടിയാണ് ചെതുമ്പലിന്. അപ്പോൾ സാധാരണ എല്ലാവരും പറയാറുണ്ട് ചെതുമ്പലുള്ള മീനെ വാങ്ങി കഴിക്കണമെന്ന്. അതിൻ്റെ ഡീറ്റെയിൽസ്, അതിൻ്റെ കറക്റ്റ് കാര്യം, അതിൻ്റെ എന്താണ് സംഭവം അങ്ങനെ പറയണമെന്ന് കാരണം അറിയുന്നവരാരെങ്കിലും താഴ്ന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചെതുമ്പലുള്ള മീനെ കഴിക്കണമെന്ന് ഇങ്ങനെ പറയണതിൻ്റെ റീസൺ ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. ഒരു സൈഡ് അപ്പം ചെത്തിക്കഴിഞ്ഞിട്ടുണ്ട്, ഇനി അടുത്ത സൈഡത്താ. കുറേ നാൾക്ക് ശേഷമാണല്ലോ ഇത്രയും വലിപ്പമുള്ള അതിനെ കിട്ടുന്നത്. അതിനറിയില്ലുള്ളൂ. ചെറിയ കളഞ്ഞി. അതവിടെ വെച്ചു. ഇപ്പൊ 2 കിലോ 2 കിലോ താഴെ ഉണ്ടാവുള്ളൂ. ആ 2ന്റെ കോയിന്റെ ഒക്കെ അത്രയുണ്ട് ഏകദേശം. 2 ഉണ്ട്. സൈസ് ഉണ്ടല്ലോ. ആ ശരിക്കും 2ന്റെ കോയിനേക്കാളും വലിപ്പം. ഇപ്പൊ അതന്നെ 10ന്റെ കോയിന്റെ സൈസ് ഉണ്ട്. ഒരു ചെത്തമ്പലുണ്ട് ഈ പറഞ്ഞത് ഒരെണ്ണം. ആദ്യം മുറിക്കാം.
ഈ ബുക്ക് തുറക്കണ പോലെ തുറക്കാമല്ലോ. അപ്പോൾ നമ്മൾ നൈസായിട്ട് മുട്ടി ചേഞ്ച് ചെയ്തിട്ടാ. മുട്ട നമുക്ക് ചെറുതായിരുന്നു, പക്ഷെ കാളാഞ്ചിയുടെ വലിപ്പം കൊണ്ട് നമുക്ക് അതുമായിട്ട് കാളാഞ്ചിനെ വെട്ടാൻ പറ്റാത്തതുകൊണ്ട് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളൊരു മുട്ടിൻ്റെ ഇതൊക്കെയാണ്. നമുക്കിത് 3 പേർക്കായിട്ട് ഈ 3 പാത്രങ്ങളിലോട്ട് മീനെ വെട്ടി നിറയ്ക്കണം. 1 2 3 3 പേർക്കും ഓരോ സൈസിലുള്ള പീസ് വേണ്ടിയിട്ടുണ്ട്. അതേപോലെ ആയിരിക്കും ഇനി ഈ കാളാഞ്ചിനെ മുഴുവനായിട്ട് വെട്ടി പങ്കുവയ്ക്കാൻ പോണത്. ഈ കാളാഞ്ചി വാങ്ങി നമ്മുടെ കസ്റ്റമർ പറഞ്ഞതനുസരിച്ചാണ് നമ്മുടെ ചാക്കോച്ചനെ തന്നെ ഈ കാളാഞ്ചി വെട്ടാനായിട്ട് ഏൽപ്പിച്ചേക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ധൃതിയൊന്നുമില്ല, കാളാഞ്ചിയെ വെട്ടി ഇത്ര സ്പീഡിൽ വെട്ടി തീർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെ ക്ലിയറായിട്ട് നല്ല രീതിയിൽ നല്ല മനോഹരമായിട്ട് കറക്റ്റ് ഷേപ്പിലും ഇതിലുള്ള പീസുകളാക്കി വെട്ടാനായിട്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ടൈം എടുത്തിട്ടാണ് നമ്മൾ ഇവിടെ വെട്ടുന്നത്. അതിൽ 2 ഉണ്ടായി വലിഞ്ഞ്. വലിയ വലിഞ്ഞുണ്ടായിരുന്നു, 2ാമത്തിൽ ചെറുതായിരുന്നു. ഇതിപ്പോ ചിലപ്പോൾ ആൺകാളാഞ്ചിയായിരിക്കും. മുള്ളല്ലേ, മുള്ള് വേർതിരിച്ചെടുക്കാനായിട്ട് കുറച്ച് പാടാണ്. നല്ല സൈസ് ഉണ്ട് അതിൻ്റെ മുള്ളിൻ്റെ. ശരിക്കും മുള്ളെന്ന് പറയാൻ പറ്റില്ല, എല്ലെന്ന് തന്നെ പറയാൻ പറ്റുന്നു. മുള്ള് മാറ്റി മീറ്റ് മാത്രം എടുക്കേണ്ട. ആ മുള്ള് മാറ്റി നിർത്തിയിട്ട് ശരിക്കും കറക്റ്റ് അലുവ കഷ്ണം പോലെ ഇരിക്കുന്ന ഒരു മീറ്റാണ് ഈ കാളാഞ്ചി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതായത് വറ്റിക്കാൻ കാളാഞ്ചി എന്ന് പറഞ്ഞ മീൻ എന്താ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വറ്റിക്കാനായാലും വറക്കാനായാലും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് ചെയ്യാം. പാൽക്കറി വെക്കാൻ വേണമെങ്കിൽ മാങ്ങയിട്ട് കറി വയ്ക്കാം, വറ്റിക്കാം, വറക്കാം, പൊള്ളിക്കാം, ഗ്രില്ല് ചെയ്യാം, എന്തൊക്കെ വേണമെങ്കിലും നമുക്ക് ചെയ്യാമെന്നുണ്ടോ, ഒരു മീനെ വെച്ച് ചെയ്യാമെന്നുണ്ടോ അതെല്ലാം നമുക്ക് ഈ കാളാഞ്ചിനെ വെച്ച് ചെയ്യാം. സ്റ്റേക്ക് വരെ അടിക്കാം നമുക്ക്. കണ്ടോ, നല്ല അതിനെ പറ്റി പെർഫെക്റ്റ് മീറ്റാണ് ഈ കാളാഞ്ചിയുടെ. ഈ ഒരു വലിയ കാളാഞ്ചി നമ്മളിവിടെ ഓൾമോസ്റ്റ് വെട്ടി തീർന്നിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചാക്കോച്ചേട്ടൻ ഒറ്റയ്ക്ക് വെട്ടി തീർത്തിട്ടുണ്ട്.
ഇതിപ്പോൾ അവസാനം വിട്ടുന്നത് കാളാഞ്ചിയുടെ മുള്ളു മാത്രം നമ്മൾ വേർതിരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറേ മാംസവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെട്ടി പീസാക്കിയിട്ട് കൊടുക്കണം. അപ്പോൾ 3 പങ്കിലും ഒരേപോലെ ആയിരിക്കും, ഈ മുള്ളും തലയുടെ ഭാഗവും വാലിൻ്റെ ഭാഗവും നടുഭാഗവും എല്ലാം ആയിട്ട്. നേരത്തെ പറഞ്ഞ പോലെ ഈ കാളാഞ്ചി നമ്മൾ 3 പങ്കായിട്ടാണ് പങ്ക് വയ്ക്കാൻ പോണത്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു പങ്കിൽ ഏകദേശം ഒരു 3900 മീറ്റ് ഉണ്ടായിരുന്നിട്ടാ. പിന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ കാളാഞ്ചിയുടെ തല തന്നെ ഏകദേശം ഒരു 2.5 കിലോ 3 കിലോളം തന്നെ ഉണ്ടായിരുന്നിട്ടാ. അപ്പോൾ തലക്കറിയൊക്കെ വെക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്, അത്യാവശ്യം മീറ്റ് ഉണ്ടാകും ഈ കാളാഞ്ചിയുടെ തലയിൽ. അപ്പോൾ തലക്കറിയൊക്കെ ഏറ്റവും ബെസ്റ്റാണ് കാളാഞ്ചി തല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഈ ഒരു ചെറിയൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നത്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ഷമിച്ച് ഇപ്പോൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യാനായിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കമൻറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഇതുവരെ സപ്പോർട്ട് ചെയ്ത പോലെ ഇനിയും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവരോടും വലിയൊരു താങ്ക് യു പറയണം. ഇതുവരെയും ഞങ്ങളുടെ വീഡിയോ കണ്ടിരുന്നതിന് എല്ലാവരോടും വലിയൊരു താങ്ക്സ് ഇട്ടാ.